ബിജെപിയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായിരിക്കുന്നത്. സംവരണ സീറ്റുകൾ ഉൾപ്പെടെ BDJSന് വിട്ടു നൽകിയത് പട്ടികജാതി സമൂഹത്തോട് കാണിച്ച തികഞ്ഞ അനീതിയാണെന്നാണ് BJP ഉപാധ്യക്ഷനായ PM വേലായുധൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേതാക്കൾ എല്ലാവരും സ്വന്തം സീറ്റ് ഉറപ്പിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. പ്രസ്ഥാനത്തിന് വേണ്ടി വിറക് വെട്ടിയവരെയും വെള്ളം കോരിയവരെയും പാർട്ടി പൂർണ്ണമായും തഴഞ്ഞു എന്നാണ് PM വേലായുധൻ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. ഇത് പാർട്ടിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വം ഇടപെട്ട് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിട്ടും ഇത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. BDJSന് സീറ്റ് നൽകിയതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയുടെ നടപടിയിൽ ശക്തമായ അമർഷവും പ്രതിഷേധവും ഉണ്ടെന്നും PM വേലായുധൻ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി JP നഡ്ഡയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറെ ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ അല്പം മുൻപാണ് പട്ടിക പ്രഖ്യാപിച്ചത്. ഇന്നലെ രാത്രി ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷവും പട്ടിക പുറത്തിറങ്ങിയിരുന്നില്ല. ചൊവ്വാഴ്ചയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. രാത്രി 1 മണിവരെ യോഗം തുടർന്നതിനാൽ അന്ന് പ്രസിദ്ധീകരിക്കാനായില്ല. ഇപ്പോഴാണ് പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. പട്ടികയിൽ കേരളത്തിൽ നിന്ന് ജനവിധി തേടുന്നവർ ഇവരാണ്. തിരുവനന്തപുരം കുമ്മനം രാജശേഖരൻ, ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ ജനവിധി തേടും. കൊല്ലത്ത് KV സാബു ആകും ജനവിധി തേടുക. ചാലക്കുടിയിൽ AN രാധാകൃഷ്ണൻ മത്സരിക്കും. AN രാധാകൃഷ്ണൻ നേരത്തെ മത്സരിക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ചാലക്കുടിയിൽ AN രാധാകൃഷ്ണൻ തന്നെയാകും മത്സരരംഗത്തിറങ്ങുക. എറണാകുളത്ത് അൽഫോൺസ് കണ്ണന്താനമാകും മത്സരിക്കുക. അൽഫോൺസ് കണ്ണന്താനം നേരത്തെ തന്നെ എറണാകുളത്ത് മത്സരിക്കുമെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പാലക്കാട് C കൃഷ്ണകുമാറാകും ജനവിധി തേടുക. പൊന്നാനിയിൽ VT രമയാകും മത്സരരംഗത്തിറങ്ങുക. ശബരിമല വിഷയത്തിലടക്കം നിരാഹാരം അനുഷ്ഠിച്ച നേതാവാണ് VT രമ. മലപ്പുറത്ത് V ഉണ്ണികൃഷ്ണനാണ് BJPക്കായി മത്സരരംഗത്തിറങ്ങുന്നത്. വടകരയിൽ VK സജീവൻ ജനവിധി തേടും. കോഴിക്കോട് പ്രകാശ് ബാബു ആവും മത്സരരംഗത്തിറങ്ങുക. കണ്ണൂരിൽ CK പത്മനാഭനാകും ജനവിധി തേടുക. ശബരിമല വിഷയത്തിലടക്കം സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം കിടന്ന വ്യക്തി കൂടിയാണ് CK പത്മനാഭൻ. കാസർഗോഡ് രവീശ തന്ത്രിയാകും BJPക്കായി മത്സരരംഗത്തിറങ്ങുക. പത്തനംതിട്ട, ആലപ്പുഴ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. ഉടൻ ഉണ്ടാകും എന്നാണ് BJP അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും സുരേന്ദ്രൻ തന്നെയാകും പത്തനംതിട്ട സ്ഥാനാർത്ഥി എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായി ഇതുവരെയും സുരേന്ദ്രനാകും പത്തനംതിട്ടയിൽ മത്സരിക്കുക എന്ന തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല.